ലക്ഷദ്വീപ് സമൂഹത്തിലെ മനോഹരമായ ആന്ത്രോത്ത് ദ്വീപ്. ഇവിടെ ഹെലിപാഡ് പ്രദേശത്തിന് തൊട്ടടുത്ത് ലക്ഷദ്വീപ് കൃഷി വകുപ്പിന് കീഴിൽ സ്ഥലത്തെ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഒരു മാതൃകാ സംരംഭം പ്രവർത്തിക്കുന്നു. ജൈവ ന്യൂട്രിഗാർഡൻ ഫാം കം ട്രെയിനിംഗ് സെന്റർ. എന്റെ പേര് ആസിഫ്, അഗ്രികൾച്ചർ ഓഫീസർ, ആന്ത്രോത്ത് ദ്വീപിലെ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ദ്വീപ് സമൂഹത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു കൃഷി പാഠശാലയാണിത്. ഈ ഫാമിൽ വൈവിധ്യമാർന്ന വിളകൾ തഴച്ചു വളരുന്നു. വെള്ളരിരി, തക്കാളി, വഴുതന, ചീര, വെണ്ടക്ക, ബീൻസ്, പയർ, ബസല്ല ചീര, മുളക് തുടങ്ങി നിത്യോപയോഗത്തിലുള്ള പച്ചക്കറികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. പച്ചക്കറികൾക്കൊപ്പം പപ്പായയും വാഴപ്പഴവും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളും ഇവിടെ സമൃദ്ധമായി വളർത്തുന്നു. ഈ ഫാം പൂർണ്ണമായും ജൈവ രീതിയാണ് അവലംബിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി മണ്ണിൽ നൈട്രജനും മറ്റു അവശ്യ പോഷകങ്ങളും നിറയ്ക്കുന്നതിനായി പ്രധാന വിളകൾക്കിടയിൽ സെസ്ബേനിയ, ഗ്ലിറിസിഡിയ തുടങ്ങിയ വിളകൾ നട്ടുപിടിപ്പിക്കുന്നു. നഴ്സറി തൈകളുടെ ഉൽപാദനത്തിനായി ഈ കേന്ദ്രം ഒരു പോളി ഹൗസും ഹരിതഗൃഹവും പരിപാലിക്കുന്നു. ഇവിടെയാണ് ഭാവി വിളകൾക്ക് വേണ്ട തൈകൾ മുളപൊട്ടുന്നത്. കൂടാതെ നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരു കമ്പോസ്റ്റ് യൂണിറ്റും ഈ ഫാമിലുണ്ട്. മണ്ണിരകളെ ഉപയോഗിച്ചും മാലിന്യ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയ ഉപയോഗിച്ചും പ്രാദേശികമായി ലഭ്യമായ തെങ്ങിനിലകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചും കമ്പോസ്റ്റിംഗ് നടത്തുന്നു. പോഷക സമൃദ്ധമായ ഈ കമ്പോസ്റ്റാണ് വിളകൾക്ക് വളമായി നൽകുന്നത്. ഇത് രാസവളങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നു. നടാൻ തയ്യാറായ പച്ചക്കറി തൈകൾ ഈ കേന്ദ്രത്തിൽ നിന്ന് തുടർച്ചയായി ഉൽപ്പാദിപ്പിച്ച് ആന്ത്രോത്ത് ദ്വീപിലെ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. ഇത് പ്രാദേശിക കർഷക സമൂഹത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ ഫാം ഒരു പരിശീലന കേന്ദ്രം കൂടിയാണ്. ദ്വീപിലുടനീളം പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാസത്തിൽ 2 തവണ കർഷകർക്കായി പരിശീലന ക്ലാസുകൾ നടത്തുന്നു. നമ്മളിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂട്രി ഗാർഡൻ ഫാർമേഴ്സിന് വേണ്ടി മെയിൻലി നമ്മൾ അഗ്രോ ക്ലിനിക്കും കൺസൾട്ടൻസി സർവീസും 2-3 പ്രൊജക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അഗ്രോ ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് ഓർഗാനിക് മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും പിന്നെ കൺസൾട്ടൻസി സർവീസുമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ ന്യൂട്രി ഗാർഡൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വളങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വെർമി കമ്പോസ്റ്റ് യൂണിറ്റും പിന്നെ ഒരു WDC വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിച്ച് ബൃഹത്തായ രീതിയിൽ ഒരു കമ്പോസ്റ്റർ യൂണിറ്റും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രെയിനിങ് സെന്റർ കൂടിയുണ്ട്. അവിടെ വെച്ചാണ് ഫാർമേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ന്യൂട്രി ഗാർഡൻ ഫാർമേഴ്സിന് വേണ്ടി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളം പഠിപ്പിക്കുന്ന യൂണിറ്റാണ്. അവിടെ വെച്ചാണ് ജൈവവളങ്ങൾ വേസ്റ്റ് ഡീകമ്പോസർ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി പഠിപ്പിക്കുന്നത്. പിന്നീട് ജൈവ സ്ലറി ഉണ്ടാക്കുന്നതും അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ദ്വീപിൽ ആ രീതിയിലുള്ള ദ്വീപിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചില വളങ്ങൾ ഉപയോഗിച്ച് ജൈവവളങ്ങൾ എങ്ങനെ ഉത്പാദിപ്പിക്കാം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ വെച്ച് പഠിപ്പിക്കുന്നത്. നമുക്ക് അവിടെ തന്നെ ഒരു ഗ്രീൻ ഹൗസ്, പോളി ഹൗസ് യൂണിറ്റ് ഉണ്ട്. അവിടെ വെച്ചാണ് വെജിറ്റബിൾ സീഡ്ലിങ്സ്, നമ്മുടെ ന്യൂട്രി ഗാർഡൻ ഫാർമേഴ്സിന് വേണ്ട വെജിറ്റബിൾ സീഡ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ സീഡ്ലിങ്സ് ഉണ്ടാക്കുന്ന രീതിയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മളവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുടെ ഒരു ട്രയലും കൂടി നടത്തുന്നുണ്ട്. എല്ലാ ബാച്ചിലെയും നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി സീഡ്ലിങ്സിന്റെ എല്ലാ ബാച്ചിന്റെയും ഓരോ ചെറിയ രീതിയിലുള്ള ഒരു കൃഷിയും അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ക്രോപ്പ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയും ഫാർമേഴ്സിന് അതിൽ വരുന്ന പെസ്റ്റും ഡിസീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ ട്രയൽ അവിടെ നടത്തുന്നത്. അത് നമുക്കൊരു മോഡൽ കിച്ചൺ ഗാർഡനായിട്ടും നമുക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റും.